ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ? പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്നറിയോ? ഗൾഫിലെ സ്കൂളുകളിലേക്ക് അതുപോലെ ട്യൂഷൻ അക്കാദമിയിലേക്ക് ഒക്കെ ടീച്ചേഴ്സിനെ ഓൺലൈൻ ഇന്റർവ്യൂ നടക്കുന്ന ഒരു സമയമാണ്. കുറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഗൾഫിൽ ഇപ്പോ എന്താ പറയാ, യുദ്ധമൊക്കെ നടക്കല്ലേ, ഇപ്പൊ ടീച്ചർമാരെ എടുക്കുവോ, അതുപോലെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ? നമ്മളെ നാട്ടിലുള്ള കേരളത്തിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, യുദ്ധം ഇവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ് യുദ്ധം നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? പക്ഷെ എന്നാലും നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ള ടീച്ചേഴ്സിന് അവർ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂഷനുകൾക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഗൾഫിലെ CBSE സ്കൂളില് ന്യൂ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഈ വർഷം ഇപ്പൊ ജിദ്ദയിലൊക്കെ ഉള്ള സ്കൂള് മാർച്ച് ലാസ്റ്റ് വീക്ക് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ ജൂണിലല്ലേ പുതിയ ക്ലാസ് തുടങ്ങുക, ഇവിടെ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ CBSE സ്കൂളിലേക്കൊക്കെയുള്ള ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറേ ടീച്ചേഴ്സ് ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്ത് കിട്ടിയവരുണ്ട്. ഇപ്പൊ ഇന്ന് ഇന്റർവ്യൂ നടന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് റിയാദ് സ്കൂളിലേക്കൊക്കെ. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നല്ല സാലറിയിൽ വിസ കിട്ടിയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇന്റർവ്യൂ ഓൺലൈനിലൂടെ കൊടുത്ത് ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുത്ത് സെലക്ട് ആയിട്ട് ഇപ്പൊ വിസ പ്രോസസ്സ് മറ്റു കാര്യങ്ങളിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും അറിയാത്ത ടീച്ചേഴ്സ് ഇനിയിപ്പോ അടുത്ത അക്കാദമിക് ഇയറിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക, അതില്ലെങ്കിൽ ഒരു വിസിറ്റ് വിസയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ നാട്ടിലിരുന്ന് വെബ്സൈറ്റുകൾ ഓപ്പൺ ആക്കുക, ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കുക, വേക്കൻസീസ് സെർച്ച് ചെയ്യുക, എന്നിട്ട് നല്ലൊരു CV ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂൾ ടീച്ചറായിട്ട് CV സെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ ട്യൂഷൻ ടീച്ചറായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുമല്ലോ. അതുപോലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ചിലത് കുട്ടികൾക്ക് ഡയറക്റ്റ് പാരന്റ്സുമായിട്ടേക്കാരം നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നമ്മൾ പല ടീച്ചേഴ്സ് നമ്മുടെ ട്യൂഷൻ ഗ്രൂപ്പിലൊക്കെ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട്. എന്താ അറിയോ? KG മുതൽ ക്ലാസ് 12 വരെ എല്ലാ സബ്ജക്റ്റും എല്ലാ സിലബസും, അതായത് കേരള CBSE, കേരള സിലബസ് ഇവിടെ ഇല്ല കേട്ടോ, CBSE, ICSE, ബ്രിട്ടീഷ്, അമേരിക്കന് എല്ലാ സിലബസും KG മുതൽ 12 വരെ പഠിപ്പിക്കും. ഇനി അതും പോരാ, കോളേജിലത്തും പഠിപ്പിക്കും എന്ന് പറയും. കിട്ടൂല. ഇങ്ങനെ കൊടുത്താൽ നമ്മള് നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് ഇന്റർനാഷണലി അവർക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള, നിങ്ങൾ ബെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയ ഏതാണോ അതിലേക്ക് വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ. കുറെ ടീച്ചേഴ്സിന് എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ആണ്, ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ പഠിപ്പിക്കും, എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് പ്രശ്നം. അഡ്വർടൈസ്മെന്റ് എങ്ങനെ കൊടുക്കുന്നത്? KG മുതൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, അതൊരു മിസ്റ്റേക്ക് ആണ്. അതുപോലെ നിങ്ങൾ ഗൾഫിൽ ഏതെങ്കിലും സ്കൂളിലേക്ക് വേക്കൻസി കാണുന്ന സമയത്തും CV-ക്കകത്ത് ഇങ്ങനെ കൊടുക്കരുത്, കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്കും കിട്ടും. ഇപ്പൊ നമ്മുടെ മെജൂസ് പാർക്കിൽ ട്രെയിനിങ് എടുത്ത ടീച്ചേഴ്സ് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, നമ്മൾക്ക് മിഡിൽ ഈസ്റ്റിന്റെ പുറത്തും വേൾഡിൽ എല്ലായിടത്തും നമ്മുടെ ട്രെയിനിങ് കൊണ്ട് ജോബ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാ സാറ്റർഡേയും നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അവിടെ നമ്മൾ നിങ്ങൾക്ക് അതിന്റെ ഗൈഡൻസ് തരുന്നുണ്ട്. സോ നാട്ടിലെ പോലെയല്ല, ഗൾഫിലെ സ്കൂളും നമ്മൾ ട്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇംഗ്ലീഷിനെ പേടിച്ചിട്ട് എൻ്റെ ഇംഗ്ലീഷ് ഒന്നും കൂടെ ശരിയാവട്ടെ, കുറച്ചും കൂടെ ശരിയായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞാല് ഇംഗ്ലീഷും ശരിയാവൂല, നമുക്ക് ജോലിയും കിട്ടൂല, ട്യൂഷനും എടുക്കാൻ പറ്റൂല. അപ്പൊ എന്താണ്, കിട്ടുന്ന വേക്കൻസിയിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കയറുക. കുറച്ച് പൈസക്കുള്ളും ഫസ്റ്റ് കിട്ടുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ വലിയ ജോബിന് പിടിക്കുക. ചിലരുണ്ട്, ഞാൻ MPhil ഒക്കെ കഴിഞ്ഞതാണ്, എനിക്ക് +2 മാത്രം മതി എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കരുത്. നമുക്ക് ഗൾഫിലെ സ്കൂൾക്കൊക്കെ കിട്ടുന്ന വേക്കൻസിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു 7-8 സയൻസ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ, അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കുറെ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ വിസ ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കയറിപ്പിക്കൂടെ? അപ്പൊ എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാൻ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഇന്ന് മാർച്ച് 15 ആയി, ഈദ് കഴിഞ്ഞ് നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് വേഗം ലിങ്ക്ഡിന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നൗക്കരി ഗൾഫ്, ഇന്ത്യയിൽ അത്ര ഞാൻ കണ്ടിട്ടില്ല, byte.com, BAYT.com, അതിൽ അറബ് സ്കൂളുകളൊക്കെ നല്ല സാലറിയുള്ള വേക്കൻസീസ് വരും. ഏറ്റവും കൂടുതൽ ലിങ്ക്ഡിൻ തന്നെ, ലിങ്ക്ഡിനിൽ നല്ല അക്കൗണ്ട് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ.
ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ. നമ്മുടെ എല്ലാ സാറ്റർഡേ ഇന്ത്യൻ ടൈം 7 o'clock നമ്മുടെ ടീച്ചേഴ്സിന് ട്യൂഷൻ എടുക്കുന്നവർക്കൊക്കെ ഉള്ള ഫ്രീ മീറ്റിംഗ് വരുന്നത്. അപ്പൊ ശരി, എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്.